മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്നകൾ പൂത്തലയുന്ന സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന പുണ്യദിനമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ പ്രത്യാശകളെയും നമ്മൾ വിഷുക്കണിയിലൂടെയും കൈനീട്ടത്തിലൂടെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. 2026 ഈ വിഷുക്കാലം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ്. നക്ഷത്രമണ്ഡലത്തിലെ അന്വേഷി എന്നാണ് മകയിരം അറിയപ്പെടുന്നത്. ഒരു മാനിന്റെ തലയോട് സാമ്യമുള്ള ഈ നക്ഷത്രം എപ്പോഴും പുതിയ അറിവുകൾക്കും അവസരങ്ങൾക്കുമായുള്ള ദാഹത്തെ പ്രതിനിധീകരിക്കുന്നു. ആ അന്വേഷണ തൃഷ്ണയ്ക്ക് കൃത്യമായ ഒരു ലക്ഷ്യവും വിജയവും കൈവരുന്ന ഒരു വർഷമാണ് 2026. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ കഠിനാധ്വാനവും ക്ഷമയും പരീക്ഷിക്കപ്പെട്ട നിമിഷങ്ങളും കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഈ വിഷുക്കണി കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലും സ്വകാര്യ ജീവിതത്തിലും പുത്തൻ ഊർജത്തിന്റെ പ്രഭാവം അനുഭവപ്പെടാൻ തുടങ്ങും. ഈ വർഷത്തെ വിഷുഫലം പരിശോധിക്കുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് ഏറെ ആശ്വസിക്കാൻ വകയുണ്ട്. ഇടവക്കൂറായാലും മിഥുനക്കൂറായാലും നിങ്ങളുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ മാറി ഒരു തെളിച്ചം വരാൻ പോവുകയാണ്. ജീവിതം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നവർക്ക് ഈ വിഷുപ്പുലരി ഒരു വലിയ ആശ്വാസമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പാതിവഴിയിൽ നിലച്ചുപോയ സ്വപ്നങ്ങൾ പൊടിതട്ടിയെടുക്കാനോ ഉള്ള അനുകൂല സാഹചര്യങ്ങളാണ് വരാനിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കാനും സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങളെ അതിജീവിച്ച് സുരക്ഷിതമായ ഒരു അടിത്തറ പണിയാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. ആത്മീയമായ ഉണർവ് മനസ്സിനെ ശാന്തമാക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ ശബ്ദം കൂടുതൽ കരുത്തോടെ കേൾക്കപ്പെടും. 2026 വിഷു നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു പരിവർത്തനത്തിന്റെ കഥയാണ്. ഈ വർഷത്തെ നിങ്ങളുടെ സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, ആത്മീയത തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന സമഗ്രമായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വിഷുക്കൈ നീട്ടം പോലെ ഭാഗ്യം നിറയുന്ന ഈ വർഷം നിങ്ങളെ എപ്രകാരം സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. 2026 വിഷുവിന് ശേഷമുള്ള കാലഘട്ടം സാമ്പത്തികമായി ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ തന്നെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ മുതിരും. ഈ വർഷം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അനിവാര്യമാണ്. മുൻ വർഷങ്ങളിലുണ്ടായ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്ഥിര വരുമാനത്തിന് പുറമെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളിലോ ഭൂമി സംബന്ധമായ ഇടപാടുകളിലോ അനുകൂലമായ തീരുമാനങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധനസഹായം ലഭിക്കാൻ തടസ്സങ്ങളുണ്ടാവില്ല. എങ്കിലും വലിയ തോതിലുള്ള കടബാധ്യതകൾ ഏറ്റെടുക്കുന്നത് ഈ വർഷം ഒഴിവാക്കണം. ദീർഘകാലമായി അലട്ടിയിരുന്ന കടങ്ങൾ ഭാഗികമായി വീട്ടാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം കടം കൊടുക്കുമ്പോൾ തിരികെ ലഭിക്കുമോ എന്ന് ഉറപ്പുവരുത്തുക. ഈ വർഷം ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നല്ലതാണ്. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് ഈ വിഷുബലം വഴി തുറക്കുന്നു. മകയിരം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ അന്വേഷണത്വരയും കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവും തൊഴിൽ മേഖലയിൽ ഗുണകരമാകും. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ അതൃപ്തി അനുഭവപ്പെട്ടിരുന്നവർക്ക് മികച്ച ശമ്പളത്തോടു കൂടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ ഈ വർഷം അനുയോജ്യമാണ്. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. എന്നാൽ ജോലി സ്ഥലത്തെ ചതിക്കുഴികളെ കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിക്കണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ടെക്നോളജി, കെട്ടിട നിർമ്മാണം, ഭക്ഷ്യവസ്തുക്കൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന വർഷമാണിത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ സാധിക്കുകയും ചെയ്യും. എഴുത്തുകാർ, കലാകാരന്മാർ എന്നിവർക്ക് തങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അർഹമായ അംഗീകാരങ്ങൾ നേടാനും ഈ വർഷം സാധിക്കും. മകയിരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഈ വർഷം സമാധാനപൂർണ്ണമായിരിക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുന്നത് കുടുംബ സമാധാനത്തിന് നല്ലതാണ്. ദീർഘകാലമായി സന്താന ഭാഗ്യമില്ലാത്തവർക്ക് ഈ വർഷം സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. വീട്ടുകാരുടെ സമ്മതത്തോടെ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ദൃശ്യമാകും. കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ നടത്താൻ ഈ വർഷം അവസരം ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങൾക്കോ മറ്റഭിപ്രായ വ്യത്യാസങ്ങളോ രമ്യമായി പരിഹരിക്കപ്പെടും. അവരിൽ നിന്നും സാമ്പത്തികമോ വൈകാരികമോ ആയ പിന്തുണ ലഭിക്കും. മകയിരം നക്ഷത്രത്തിന്റെ സ്വഭാവം തന്നെ അന്വേഷണം എന്നതാണ്.
2026 ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും വഴിപാടുകളിലും സജീവമായി പങ്കെടുക്കും. മന്ത്രജപം, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ദൂരദേശങ്ങളിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ആത്മീയ ഗുരുക്കന്മാരെ കാണാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ വർഷം കൂടുതലായി ഉണ്ടാകും. അന്നദാനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ നടത്തുന്നത് വഴി വലിയ ആത്മസംതൃപ്തി ലഭിക്കും. പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട വർഷമാണിത്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തോ ദൂരദേശത്തോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുട്ടികളുടെ പഠനത്തിലും സ്വഭാവത്തിലും പുരോഗതിയുണ്ടാകും. അവർക്ക് കായിക രംഗത്തോ കലാരംഗത്തോ മികവ് തെളിയിക്കാൻ സാധിക്കും. മക്കളുടെ വിവാഹം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുണ്ടായിരുന്ന ആശങ്കകൾ ഈ വർഷം അവസാനിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മകയിരം നക്ഷത്രക്കാർ 2026 ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. അസമയത്തുള്ള ഭക്ഷണ രീതിയും പുറത്തുനിന്നുള്ള ഭക്ഷണവും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അമിതമായ ജോലിഭാരവും കുടുംബപരമായ ഉത്കണ്ഠകളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായേക്കാം. കൃത്യമായ വ്യായാമവും യോഗയും ജീവിതചര്യയുടെ ഭാഗമാക്കുക. യാത്രകളിലും സാഹസിക കർമ്മങ്ങളിലും ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വാഹനമോടിക്കുമ്പോൾ വേഗത നിയന്ത്രിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പദവിയും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സൗഹൃദം പുതുക്കാനും സാധിക്കും. പുതിയ വസ്തു വാങ്ങാനോ പഴയത് വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വർഷം ലാഭകരമായിരിക്കും. വീട് നവീകരിക്കാനോ മനോഹരമാക്കാനോ സമയം കണ്ടെത്തും. മകരം നക്ഷത്രക്കാർക്ക് 2026 വിഷു കൊണ്ടുവരുന്നത് പുതിയ പ്രതീക്ഷകളാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയുടെ ഊർജ്ജസ്വലതയും സൗമ്യമായ പെരുമാറ്റവും കൈമുതലാക്കിയാൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മുൻകോപം നിയന്ത്രിക്കുക. പലപ്പോഴും അനാവശ്യമായ ദേഷ്യം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമായേക്കാം. ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുക. പ്രതിവിധികൾ നോക്കുമ്പോൾ ചന്ദ്രപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും രുദ്രാഭിഷേകം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽപായസം വഴിപാടായി നടത്തുക. നിത്യവും ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് മാനസിക ബലം വർദ്ധിപ്പിക്കും. മകയിരം നക്ഷത്രം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വലവും കൗതുകം നിറഞ്ഞതുമായ ഒരു നക്ഷത്രമാണ്. തന്റെ അറിവ് കൊണ്ടോ കഴിവുകൊണ്ടോ മറ്റുള്ളവർക്ക് ആനന്ദം നൽകാൻ ഇവർക്ക് കഴിയും. ഇത് ഇവരുടെ അന്വേഷണ തൃഷ്ണയുടെ സത്ബലമാണ്. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പടർത്തട്ടെ. സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും ഒരുപോലെ വളരാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ വരുമ്പോൾ തളരാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറുക. ഈശ്വര വിശ്വാസവും ആത്മവിശ്വാസവും കൂട്ടിനുണ്ടെങ്കിൽ 2026 മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യവർഷമായിരിക്കും. വിഷുദിനത്തിൽ കണിക്കുന്നയും കൈനീട്ടവും സ്വീകരിച്ച് ഈ വിഷുവർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കുക.